നമ്മൾ സഭയെ സ്വന്തം കുടുംബത്തെ പോലെ കരുതണം, സ്നേഹിക്കണം. അതോടൊപ്പം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക്. ഇന്ന് തിമോത്തിക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായം. ഈ അധ്യായത്തില് പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ തിമോത്തി എഫേസസിലെ സഭയിലെ ഒരു യങ് ലീഡറാണ്. സഭയെ ഒരു കുടുംബമായി കരുതണം. സഭയില് പ്രായം കൂടിയ പുരുഷന്മാര്, സ്ത്രീകള്, വിധവമാരുണ്ട്. അതോടൊപ്പം പ്രായം കുറഞ്ഞ പുരുഷന്മാര്, സ്ത്രീകള്, വിധവമാര്. 3 വാക്യത്തില് ഡു നോട്ട് റിബ്യൂക്ക് an older man but exhort him as a father. മൂത്തവരെ ഭത്സിക്കരുത്, പക്ഷെ അവരെ ഒരു പിതാവ് പോലെ കരുതുകയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. അവർക്ക് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതോടൊപ്പം പരിചാരമുണ്ട്. അതൊക്കെ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. പ്രായം കുറഞ്ഞ ഒരു സഹോദരനെ പോലെയും അവരെ പാർട്ട്ണറിനെ പോലെയും കോ വർക്കറിനെ പോലെയും കരുതുകയും അവരെ ഗോസ്പൽ മിനിസ്ട്രിക്കും ചേർച്ച് മിനിസ്ട്രിക്കൊക്കെ ഉപയോഗിക്കണം. പ്രായം കൂടിയ സ്ത്രീകളെ സ്വന്തം മാതാവിനെ പോലെ കരുതുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പ്രായം കുറഞ്ഞ സ്ത്രീകളെ സഹോദരിയെ പോലെയും പൂർണ്ണ നിർമ്മതയോടെ കാണണം. 3 വാക്യത്തില് ഓണർ വിഡോസ് ഹു ആർ റിയലി വിഡോസ് എന്ന് വെച്ചാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന് അനാഥരും വിധവമാരെയും കരുതലുണ്ടായിരുന്നു. പൗലോസ് പറയുന്ന ക്രിസ്ത്യ കുടുംബത്തില് വിധവമാരുണ്ടെങ്കിൽ മക്കളും കൊച്ചുമക്കളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടി കരുതുന്നത്. മാതാപിതാക്കൾ പ്രത്യേക ഉപകാരം ചെയ്യണം. സഭയ്ക്ക് ഭാരമാവരുത്. സഭയില് 60 വയസ്സിന് മേൽ ഉള്ളവർക്കുടെ ലിസ്റ്റ് മാത്രമേ വരാവുള്ളൂ. അതും അവര് സൽപ്രവൃത്തി ചെയ്യുന്നവരും ദൈവഭയമുള്ളവരും ഭക്തിയുള്ളവരും അനാഥരെ നോക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കണം. നമ്മൾ കാണും, നമ്മുടെ ഗവൺമെന്റും അങ്ങനെയാണ് 60+ ഉള്ളവർക്ക് പലവിധ അനുകൂലങ്ങൾ കൊടുക്കുന്നത്. ലൂക്ക് 2:36 അന്ന ഒരു പ്രവാചിയെ നമുക്ക് വായിക്കാം. അവര് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അവര് സഭയിൽ രാവും പകലും പ്രാർത്ഥിച്ച് മധ്യസ്ഥ ചെയ്തു. പ്രായം കുറഞ്ഞ വിധവമാർ പൗലോസ് പറയുന്നത് അവര് പുനർവിവാഹം ചെയ്യണം. മീൻസ് അവർ സഭയ്ക്ക് അപമാനം വരുത്തരുത്. അടുത്ത 17 വാക്യത്തില് ലെറ്റ് ദ എൽഡേഴ്സ് റൂൾ വെൽ ബി കൗണ്ടഡ് വർത്തി ഓഫ് ഡബിൾ ഓണർ എസ്പെഷ്യലി ദോസ് ഹു ലേബർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്തിലും ഉദ്ദേശത്തിലും അധ്വാനിക്കുന്നവർക്ക് ഇരട്ടി മാന്യത. ഒരു വേലക്കാരന് തന്റെ കൂലിക്ക് യോഗ്യനാണ്. മീൻസ് സഭയില് വചനം പഠിപ്പിക്കുന്ന ടീച്ചിങ് ചെയ്യുന്നവര് അവർക്ക് സാമ്പത്തികമായിട്ടും ഫിനാൻഷ്യൽ നീഡ് അത് സഭയാണ് കരുതേണ്ടത്. അവരവരുടെ സാമ്പത്തിക വിഷയത്തിലൊന്നും ഭാരപ്പെടുവാൻ സഭ അനുവദിക്കരുത്. അടുത്ത നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ചർച്ചിലെ പാസ്റ്റേഴ്സ്, ലീഡേഴ്സ് അവർക്കൊന്നും ഒരു തെറ്റോ കുറ്റോ പാപമോ ഒന്നുമില്ലെന്ന്. അങ്ങനല്ല. അവരും മനുഷ്യര്, അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അവർ പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ തന്നെ അത് 2-3 വിറ്റ്നസ് നോക്കി പ്രൂഫ് കാണണം. അത് അവര് എന്തെങ്കിലും തെറ്റിയുവാണെങ്കിൽ അവരെ സഭയുടെ എല്ലാവരുടെ മുമ്പേ പബ്ലിക്ലി അവരെ സാക്ഷിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് ഒരു ഭയത്തിന് കാരണമായിരിക്കും. പക്ഷെ ദൈവത്തിന് ഫേവറിറ്റിസം ഒത്തിരി ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ പക്ഷപാതം ഇല്ലാതെ ചെയ്യണം. അവസാനത്തെ അഡ്വൈസ് പൗലോസ് കൊടുക്കുന്നത് തിമോത്തി ഹെൽത്ത് കെയർ ചെയ്യണം. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വചനം നമ്മളോട് എന്തുവാണ് സംസാരിക്കുന്നത്? നമ്മളൊരു സഭയിലായിരിക്കുമ്പോൾ നമ്മൾ സഭയെ സ്വന്തം കുടുംബത്തെ പോലെ കരുതണം, സ്നേഹിക്കണം. അതോടൊപ്പം സഭയിലുള്ള അനാഥർ, വിധവാരെ അവരെയും സഹായിക്കണം, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഹെൽത്തും കെയർ ചെയ്യണം. ഈ വചനത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.